application of Newton's third law of motion. Heading എഴുതാം, application of Newton's third law of motion. Application of Newton's third law of motion. Third law of motion. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റീകോയിൽ ഓഫ് ഗൺ ആണ്. ഒന്നെന്ന് എഴുതിയിട്ട് ഒരെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ. റീകോയിൽ ഓഫ് ഗൺ. ഇത് ശരിക്കും ഗണ്ണ്, അതായത് നമ്മളിപ്പം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ ഇന്നലെ പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവുമായിട്ട്, ലീനിയർ മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള തോക്കിന്റെയും അതിനകത്തുള്ള ബുള്ളറ്റിന്റെയും മൊമെന്റം എന്ന് പറയുന്നത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള അതിന്റെ രണ്ടിന്റെയും ടോട്ടൽ മൊമെന്റവും എന്ന് പറയുന്നത് തമ്മിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇന്നലെ എന്താ പറഞ്ഞത്? അതായത് രണ്ട് ബോഡീസ് ഒരേ ഇതിൽ മൂവ് ചെയ്യുന്നു, ഈ ബോഡിയുടെയും ഇടിക്കുന്നതിന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ മൊമെന്റമായിട്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഇടിക്കുകയല്ല എടുക്കുന്നത്, ബിഫോർ ഫയറിങ്ങും ആഫ്റ്റർ ഫയറിങ്ങും എടുക്കുന്നത്. അപ്പോൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുമ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വെടിവെക്കുന്ന സമയത്ത് എന്താണ്, ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ തോക്ക് എന്താ ചെയ്യുന്നത്? തോക്ക് ബാക്കിലോട്ട് എന്ത് ചെയ്യുന്നത്? റീകോയിൽ ചെയ്യും. അതിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട്, ബുള്ളറ്റിന്റെ വെലോസിറ്റിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയുകയും ഈ ഗണ്ണ് പുറകിലോട്ട് പോകുന്ന വെലോസിറ്റിനെ നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ശ്രദ്ധിച്ചോണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു പിസ്റ്റൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കാം. നമ്മുടെ പിസ്റ്റൽ നമ്മളൊന്ന് റഫായിട്ട് വരച്ചു. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് ബുള്ളറ്റ് ഉണ്ട്, ശരിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിരിക്കുമ്പം ഇതിന്റെ മാസ് ഓഫ് എന്താണ്? മാസ് ഓഫ് ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ ശ്രദ്ധിച്ചോണേ. അതേപോലെ തന്നെ മാസ് ഓഫ് എന്താണ്, സോറി, മാസ് ഓഫ് ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനിയും എന്താണ്, ബിഫോർ ഫയറിങ് ഓക്കെ. അപ്പം ഇനി നോക്കിയോ, അതായത് നമ്മൾ വെലോസിറ്റി ഓഫ് ബുള്ളറ്റിനെ നമ്മൾ എന്താ എടുക്കുന്നതെന്ന് അറിയാമോ? ബുള്ളറ്റിനെ നമ്മൾ എടുക്കുന്നത് മസിൽ വെലോസിറ്റി എന്നാണ് എടുക്കുന്നത്. MUZZL, മസിൽ വെലോസിറ്റി എന്നാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? വെലോസിറ്റി എന്നാണ് എടുക്കുന്നത്. വെലോസിറ്റി അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ V വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ഗണ്ണ് നമ്മൾ എടുക്കുന്നത് എന്താണെന്നറിയോ? വെലോസിറ്റി ഓഫ് ഗണ്ണ് നമ്മൾ എടുക്കുന്നത് റീകോയിൽ വെലോസിറ്റി എന്നാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ V വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ഇത്ര എഴുതിക്കും പെട്ടെന്നാണ്. ഓക്കെ. ഇനി നോക്കിക്കോളൂ, നമ്മള്
എടുക്കുകയാണ് ബിഫോർ ഫയറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ഒരു ഡോട്ട് ഇട്ടിട്ട്, അതായത് ഫയറിംഗ് ഓഫ്, ഫയറിംഗ് അല്ലെങ്കിൽ ഫയറിംഗ് ഈസ് ഇൻ അക്കോർഡൻസ്, accordance with law of conservation of linear momentum, അതായത് ഈ ബുള്ളറ്റ് ഫയറിംഗ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, ഇങ്ങനെ എടുക്കത്തില്ലയോ, ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാസ് ഓഫ് ബുള്ളറ്റ് എത്ര, മാസ് ഓഫ് ബുള്ളറ്റ് എന്താ, മാസ് ഓഫ് ബുള്ളറ്റ് സ്മോൾ ലെറ്റർ എം. മാസ് ഓഫ് ഗൺ എന്താ, മാസ് ഓഫ് ഗൺ എത്രയാ, ക്യാപിറ്റൽ ലെറ്റർ എം. ഓക്കെ, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്താ, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് അതെങ്ങനെയാ, ഫയർ ചെയ്യുന്നതിന് മുമ്പോ, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ 0. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ എന്താവും, കാരണം മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, അതായത് സ്മോൾ എം ഇൻറ്റു വെലോസിറ്റി 0 അപ്പൊ അത് 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊമെന്റം ഓഫ് ഗൺ എന്ന് പറയുമ്പോഴും എന്ത് തന്നെയായിരിക്കും, ഗൺ എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു വെലോസിറ്റി എം ഇൻറ്റു 0, ക്യാപിറ്റൽ എം ഇൻറ്റു 0, അത് എന്ത് തന്നെയായിരിക്കും, അതും 0 തന്നെയായിരിക്കും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് അപ്പൊ എത്ര എന്ന് എഴുതാം, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്തെന്നെടുക്കാം, അത് എത്രയായിരിക്കും, അത് 0 ആയിരിക്കും അല്ലേ, 2 0 കൂടെ ആഡ് ചെയ്യുക എന്താ 0 അല്ലേ. ഓക്കെ, ഇനി ആഫ്റ്റർ ഫയറിംഗ് കണ്ടീഷൻ എടുക്കുകയാണ്, ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കുകയാണ്. ആഫ്റ്റർ ഫയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാസ് ഓഫ് ബുള്ളറ്റ് എന്ത് തന്നെയാണ്, സ്മോൾ എം തന്നെ. മാസ് ഓഫ് ഗൺ എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ ലെറ്റർ എന്ന് തന്നെ. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്താണ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ എത്ര, അത് നമ്മൾ മസിൽ വെലോസിറ്റി എടുത്തത് എന്താ, സ്മോൾ ലെറ്റർ വി. അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് എന്താണ്, ഗൺ എന്താണ്, വെലോസിറ്റി ഓഫ് ഗൺ ക്യാപിറ്റൽ ലെറ്റർ വി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി മൊമെന്റം ഓഫ് ബുള്ളറ്റ് എന്താ, നമുക്കറിയാം മൊമെന്റം ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. ബുള്ളറ്റിന്റെ മാസ് എം, അവിടുത്തെ വെലോസിറ്റി സ്മോൾ ഡി. ഓക്കെ, ഇനി മൊമെന്റം ഓഫ് ഗൺ എന്താ, പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നത്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, ടോട്ടൽ മൊമെന്റം മാത്രം എഴുതിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ആദ്യം റെപ്രസെന്റ് ചെയ്ത പോലെ ഒന്ന് റെപ്രസെന്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ മൊമെന്റം ഓഫ് ഗൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. അപ്പൊ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്താവും, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എന്താവും, ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ എന്താ, സ്മോൾ എം വി പ്ലസ് ക്യാപിറ്റൽ എം, സ്മോൾ വി പ്ലസ് ക്യാപിറ്റൽ എം അല്ലയോ. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ എന്താണ്, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ലീനിയർ മൊമെന്റം. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്താണ്, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം എന്ന് പറയുമ്പോൾ പി അല്ലേ, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്, ഇങ്ങനെ എടുക്കുന്നത്. അപ്പൊ എത്ര, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് 0, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് എം സ്മോൾ വി പ്ലസ് എന്താ, ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി. ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് സ്മോൾ വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് വേണേ കണ്ടുപിടിക്കാം, എന്താ, റീകോയിൽ വെലോസിറ്റി വേണേ കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ വി, മസിൽ വെലോസിറ്റി വേണേലും കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ഇവിടെ മസിൽ വെലോസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്ത് വരും, ക്യാപിറ്റൽ എം ക്യാപിറ്റൽ വി ഡിവൈഡ് ബൈ എന്താ, സ്മോൾ എം എന്ന് വരും. ഇവിടെ മൈനസ് ചെയ്യാനുള്ളതായിട്ട്
ഇതാണ് നമ്മുടെ മസിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് മസിൽ വെലോസിറ്റി. അതേപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് ക്യാപിറ്റൽ വി ആണ് കണ്ടുപിടിക്കണമെങ്കിലോ, റീകോയിൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കണമെങ്കിലോ, റീകോയിൽ വെലോസിറ്റി ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ, ക്യാപിറ്റൽ വി ഈസിക്കൽ ടു എന്താ, സ്മോൾ എം സ്മോൾ വി ഡിവൈഡ് ബൈ എന്താ, ക്യാപിറ്റൽ എം എന്ന് വരും, മൈനസ് വി ഈസിക്കൽ ടു എന്താണ്, സ്മോൾ എം സ്മോൾ വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് വരും, മൈനസ്. ഇതാണ് റീകോയിൽ വെലോസിറ്റി. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് ഇവിടെ ഒന്ന് ന്യൂമറിക്കലൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അപ്പോൾ ഓർത്ത് വെച്ചോ. പെട്ടെന്ന് എഴുതണേ. ബിഫോർ ഫയറിംഗ് കാണിക്കാവോ? ഏതാ ബിഫോർ ഫയറിംഗ് വേണ്ട, കാണാമോ? കാണാം സർ. ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ ആണോ? എല്ലാവരും എഴുതിയോ? മനസ്സിലായോ ഈ കാര്യങ്ങള്? സൂര്യഗായത്രി ഓക്കെ ആണോ? അനുഷ്ക, പാർവണ, അലൻ, ജ്യോതിസ്, ക്രിസ്റ്റിൻ, ക്രിസിൻ ഓക്കെ ഓക്കെ. അലൻ എങ്ങനെയുണ്ട്? അലൻ, ദീപക് ഓക്കെ. അപ്പം ഇനിയും അടുത്ത ടോപ്പിക് എഴുതാം. ഇനി എല്ലാം ഈ ചെറിയ ചെറിയ കൺസെപ്റ്റ് ആണ്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ എ ലിഫ്റ്റ്. അതായത് ഞാൻ കുറച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് ഞാനിത് പറയാം. നിങ്ങൾ വീഗാലാൻഡിലൊക്കെ റൈഡേ കയറുന്ന സമയത്ത്, നിങ്ങൾ മോളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വയറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നിങ്ങളുടെ വെയിറ്റിൽ ഉണ്ടാകുന്ന എന്താണ്, ഈ നമ്മുടെ ആ മോഷൻ മൂലം ഉണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻ മൂലമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. അതായത് നിങ്ങളിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ നിങ്ങളുടെ വയറ്റിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ മുകളിലോട്ട്, അല്ലെങ്കിൽ ലിഫ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടോ? അതായത് ലിഫ്റ്റ് മുകളിലോട്ടും താഴോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലർക്ക് അതുണ്ടാവും. ലിഫ്റ്റിൽ വലിയ സ്പീഡിലല്ല പോകുന്നതെന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും അത് എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. എന്നാലും ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്താ, ലിഫ്റ്റ് മുകളിൽ താഴോട്ട് പോകുമ്പോൾ നമ്മുടെ വയറിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ഒരു മുകളിലോട്ട് കയറി പോകുന്ന പോലെ അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നത് എന്താണ്, ഈ അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ എ ലിഫ്റ്റ്. ലിഫ്റ്റില് നമ്മൾ ബോഡി മുകളിലോട്ടും താഴോട്ടും പോകുന്ന സമയത്ത് നമ്മുടെ വെയിറ്റിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ആ വേരിയേഷൻ മൂലമാണ് നമുക്ക് ആ ഫീൽ ഉണ്ടാകുന്നത്.
അപ്പം ലിഫ്റ്റില് നമ്മൾ മുകളിലോട്ട് പോവാണെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവും, താഴോട്ട് വരുവാണെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളെ പഠിപ്പിച്ചില്ലേ അത്? അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയോ. അപ്പൊ ഹെഡിങ് എഴുതിക്കോ, അപ്പാരന്റ്. അപ്പാരന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്, തോന്നുന്നതാ, റിയൽ അല്ല. ഓക്കെ, അപ്പാരന്റ് വെയിറ്റ് ഓഫ് എ ബോഡി on a lift. Apparent weight of a body on a lift. ഇനി ഇത് പഠിക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഒബ്ജക്റ്റ് ഭൂമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ബെഞ്ചിനെ മണ്ടയിരിക്കും അല്ലെ, പോട്ടെ. ഈ പവർ ബാങ്ക് നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഇതൊരു പവർ ബാങ്കോ പെട്ടിയോ എന്ത് വേണേ ആയിക്കോട്ടെ. ഇതിൽ ആക്ച്വലി രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താ? ഒന്ന്, ഈ പെട്ടിയുടെ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ്, അതായത് വെയിറ്റ് എന്താണ്, mg. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ആണോ? വെയിറ്റ് എന്ന് പറയുമ്പോൾ ഫോഴ്സിന് ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നു. ഫ്രീ ഫോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Ag ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ചില സ്കൂളിൽ നോർമൽ ഫോഴ്സ് n എന്ന് പഠിപ്പിക്കും, ചില സ്കൂളിൽ റിയാക്ഷൻ ഫോഴ്സ് R എന്ന് പഠിപ്പിക്കും. ഓക്കെ ആണല്ലോ? ഞാൻ നിങ്ങളെ റിയാക്ഷൻ ഫോഴ്സ് എന്നാണ് പഠിപ്പിക്കാൻ പോകുന്നത്. റിയാക്ഷൻ ഫോഴ്സ് R. ചില സ്കൂളിൽ നോർമൽ ഫോഴ്സ് എന്നാണ് പഠിപ്പിക്കുന്നത്, n ഡിനോട്ട് ചെയ്യാം. അപ്പം ചില സ്കൂൾ അങ്ങനെയാണ്, ചില സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആറിന്റെ സ്ഥാനത്തല്ല n ഇട്ടാൽ മതി. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് റിയാക്ഷൻ ഫോഴ്സാ. നിങ്ങൾ ഏതൊരു ഒബ്ജക്റ്റിന്റെ മണ്ടയ്ക്കാണെങ്കിലും ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യും. എന്നാൽ ശ്രദ്ധിച്ചോണം, ലിഫ്റ്റിൽ മുകളിലോട്ടോ താഴോട്ടോ പോകുമ്പോൾ, സാധാരണ ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റും മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും ഈക്വൽ ആയതുകൊണ്ടാണ് എനിക്ക് എന്റെ ആക്ച്വൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് ഞാൻ ലിഫ്റ്റിൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ആറും mg, അതായത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ആറും താഴോട്ട് ആക്ട് ചെയ്യുന്ന mg ചെറിയ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും. ഒന്നെങ്കിൽ 6 കൂടുതലായിരിക്കും, mg കുറവായിരിക്കും, ഫീൽ ചെയ്യും. അതേപോലെ ലിഫ്റ്റ് താഴോട്ട് വരുമ്പോഴും ഈ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ആറും താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അതുമൂലം നമുക്ക് നേരത്തെ പറഞ്ഞ ആ വയറിൽ നിന്ന് മുകളിലോട്ട് ഉരുണ്ട് കയറ്റം എന്ന് പറയുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ഇത് 3 കേസ് പഠിക്കണം. ഒന്ന് ലിഫ്റ്റ് സ്റ്റേഷനറി ആയിട്ട് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്, അത് ഈ എഫക്റ്റ് തന്നെ ഉണ്ടാകുന്നത്. 2, എന്താണ്, ലിഫ്റ്റ് ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും. 3, ലിഫ്റ്റ് നല്ല സ്പീഡിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്തുണ്ടാവും. 4, ലിഫ്റ്റ് നല്ല സ്പീഡിൽ താഴോട്ട് വരുമ്പോൾ എന്തുണ്ടാവും, എന്ത് വേരിയേഷൻ. ഇങ്ങനെ 4 കേസിലെ 3 കേസ് നമുക്ക് എന്താണ്, ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റിൽ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന ലിഫ്റ്റില് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാൻ കയറി നിൽക്കുമ്പോൾ എന്റെ മണ്ടയ്ക്കുണ്ടാകുന്ന എഫക്റ്റും അത് ഒരേ നോർമൽ, അതായത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് രണ്ടും സെയിം ആണ്. കാരണം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കോൺസ്റ്റന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നോർമലി നമ്മുടെ ദേഹത്ത് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് എന്താ? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് ദ ഈക്വൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ്. ഇത് രണ്ടും ഈക്വൽ ആയ അവസ്ഥയിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആക്ച്വൽ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ മുകളിലോട്ടുള്ള റിയാക്ഷൻ ഫോഴ്സിനും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഒരിക്കലും എന്താവത്തില്ല, ഈക്വൽ ആവത്തില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ലിഫ്റ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ലിഫ്റ്റ് നമ്മുടെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് തരും, ഫിസിക്കലി m×a. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ഫോഴ്സിന്റെ കൂടെ ഈ m×a ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ അത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആറും w കൂടി ഈക്വൽ ആവുമോ? ഇല്ല. ആ ആറിന്റെ കൂടെ എന്ത് വരുന്നുണ്ട്, മുകളിലോട്ട് ലിഫ്റ്റ് നൽകുന്ന ഒരു ഫോഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വേരിയേഷൻ വന്നു. ഓക്കെ, ഈക്വൽ അല്ല. അതേപോലെ ലിഫ്റ്റ് താഴോട്ട് വരുമ്പോൾ ആ ലിഫ്റ്റ് നമ്മുടെ ബോഡിയിൽ എങ്ങോട്ടാ ഫോഴ്സ് കൊടുക്കുന്നത്, താഴോട്ടാ. അതെന്താ, ഫിസിക്കലി m×a. അപ്പം നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ഫിസിക്കലി m×a ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റും എന്ത് ചെയ്യും, അവിടെ ഈക്വൽ ആവത്തില്ല. കാരണം എന്താ, ആ സമയത്ത് ലിഫ്റ്റിന്റെ ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് വെയിറ്റിനെയാണ്, മുകളിലോട്ട് പോകുമ്പോൾ ലിഫ്റ്റിന്റെ ഫോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് റിയാക്ഷൻ ഫോഴ്സിനെയാണ്. അപ്പം അവിടെ ഇംബാലൻസ് വരുന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റില് ചുമ്മാ നിൽക്കുക, അപ്പം ഈ അവസ്ഥ തന്നെയല്ലേ ഉണ്ടാകും, അല്ലെ? ഒരു ലിഫ്റ്റ് കോൺസ്റ്റന്റ് സ്പീഡിലാണ് മുകളിലോട്ട് പോകുന്നെങ്കിലോ, കോൺസ്റ്റന്റ് സ്പീഡിൽ മുകളിലോട്ട് പോവുകയാണെങ്കിൽ സ്പീഡ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ ആക്സിലറേഷൻ ഉണ്ടോ?
സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സ്പീഡ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അല്ലേ അവിടെ ആക്സിലറേഷൻ ഉള്ളൂ. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലിഫ്റ്റ് നമ്മുടെ മണ്ടയ്ക്ക് ഫോഴ്സ് ഒന്നും നൽകുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പോഴും എന്താണ്, റിയാക്ഷനും വെയിറ്റും എന്തായിരിക്കും, ഈക്വൽ തന്നെയായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. നോർമലി ഒരു ഒബ്ജക്റ്റ് താഴെ ഇരിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിന്റെ മണ്ടയ്ക്ക് ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ഏതൊക്കെയാ? ഒന്ന് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സും ആൻഡ് ഈക്വൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സും. ഓക്കെ, ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് വേരിയേഷൻ ഉണ്ടാവും ചെറിയ രീതിയിൽ. അതുമൂലം നമുക്ക് ചില എന്താണ് നേരത്തെ പറഞ്ഞ വയറിന് ഇങ്ങനെ ഒരു സാധനം മുകളിലോട്ട് കയറി വരുന്ന പോലൊക്കെയുള്ള എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ നോക്കിയോ, ഞാൻ കേസ് 1 ഇത് വരച്ചിട്ട് കേസ് 1 എന്ന് എഴുതി. ഇത് എന്താണ്, ജനറൽ കേസ് ആണ്. ജനറൽ കേസിൽ എല്ലാ ബോഡി, അത് ലിഫ്റ്റിലാവണമെന്നില്ല, നോർമലി വെളിയിരിക്കുന്ന ഒരു ബോഡിയിൽ എന്താണ് വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ് ആയിരിക്കും. അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. റിയാക്ഷൻ ഫോഴ്സും വെയിറ്റും ഈക്വൽ ആയിരിക്കും. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കസേരയുടെ മണ്ടയ്ക്ക് ഇരുന്ന് ഈ ക്ലാസ് കേൾക്കുന്നു, നിങ്ങളുടെ വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് യുവർ റിയാക്ഷൻ ഫോഴ്സ് ആക്ടിങ് അപ്വേർഡ്സ് ആൻഡ് ദാറ്റ് ബോത്ത് ആർ എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, ഓക്കെ. ഇനി കേസ് 1 എന്ന് കൊടുത്തേ. ഈ കേസ് 1 എന്താണെന്ന് അറിയാമോ? ഇഫ് the lift is stationary. ലിഫ്റ്റ് ഈസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിപ്പം ലിഫ്റ്റ് ആണെങ്കിൽ ആ ലിഫ്റ്റിനകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുവാണെങ്കിൽ ഈ ലിഫ്റ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കുക. ഇതേല് താഴോട്ട് ആക്ട് ചെയ്യുന്നത് mgയും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ അത് രണ്ടും എന്താ, R = mg. താഴെ ഒരു നോർമൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ സ്റ്റേഷനറി ആയിട്ടുള്ള ലിഫ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്? ആണോ? ആണ്. അതാണ് രണ്ടാമത്തെ കേസ്. വരച്ചു പെട്ടെന്നായിട്ട്. ഇത് ലിഫ്റ്റ് ആണ്. ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് താഴോട്ടും പൊങ്ങുന്ന എന്തും ലിഫ്റ്റ് നമ്മളെ ലിഫ്റ്റ് ചെയ്യുന്ന എന്തും, അല്ലാതെ നമ്മുടെ ബിൽഡിങ്ങിലൊക്കെയുള്ള ലിഫ്റ്റ് തന്നെ ആവണമെന്നില്ല. നമ്മൾ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തെ കാര്യങ്ങൾ നമ്മൾ ചാടുമ്പോൾ വേണമെങ്കിലും ആ എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. റിയാക്ഷൻ ഫോഴ്സ് നിങ്ങൾ എന്നെന്ന് അവിടുത്തെങ്കിൽ എന്നെന്ന് എഴുതിയാണ്. രണ്ടാമത്തെ കേസ്, if the lift is moving up or down at constant velocity. ഇത് കേസ് 2 ആണ്. at constant velocity. കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ നോക്കിയേ, അപ്പൊ അതിന്റെ കേസ് ആണ് വരയ്ക്കുന്നത്. ഇത് ലിഫ്റ്റ് ആണ്. ആ ലിഫ്റ്റിനകത്ത് ഒബ്ജക്റ്റ് എന്ത് ചെയ്യാ, ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് എന്താണ്? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ്, താഴോട്ട് ആക്ട് ചെയ്യുന്നത് എന്താ, mg. ഇത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ലിഫ്റ്റ് മുകളിലോട്ടോ താഴോട്ടോ പോകുന്നത് എന്താ, കോൺസ്റ്റന്റ് വെലോസിറ്റിയാ. ആണോ? കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ആക്സിലറേഷൻ എന്തായിരിക്കും? ആക്സിലറേഷൻ 0 ആയിരിക്കും. ശരിയല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ് F = എന്താ, m × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F = എന്താ, m × 0 എന്ന് പറഞ്ഞാൽ F = എത്രയായിരിക്കും? 0. അതിനർത്ഥം ലിഫ്റ്റ് ഈ ബോഡിയുടെ മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല, നൽകുന്നില്ല. അതിൽ ആക്ട് ചെയ്യുന്ന ആകെ ഏതൊക്കെ ഫോഴ്സ് മാത്രമേ ഉള്ളൂ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു വെയിറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് റിയാക്ഷൻ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. ഇത് ആ സ്റ്റേഷനറിയുടെ കേസുമായിട്ട് എന്താ, സെയിം ആണ്. ഓക്കെ ആണല്ലോ? therefore നമുക്ക് എന്തെന്ന് എഴുതാം? therefore R = mg. അപ്പം ആക്ച്വൽ വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഫീൽസ് ആക്ച്വൽ വെയിറ്റ്സ് എന്ന് എഴുതിക്കും. ഫീൽസ് ആക്ച്വൽ വെയിറ്റ്. അപ്പുറത്തും അവിടെ തന്നെ എഴുതുന്ന നേരത്തെ നമ്മൾ എഴുതിയെടുത്തും ഫീൽസ് ആക്ച്വൽ വെയിറ്റ് എന്ന് തന്നെ എഴുതുക. പെട്ടെന്ന് എഴുതണേ, ഫാസ്റ്റ് ആക്കണേ.
ഏതാ ഫീൽഡ്സ് ആക്ച്വൽ വെയിറ്റ് ആ കോൺസ്റ്റന്റ് കേസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്പ് ഓർ ഡൗൺ അറ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നുള്ളത്. ഓക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. കേസ് 3 കൊടുത്തേ. കേസ് 3 എന്താണെന്ന് അറിയാമോ? if lift is moving upward with an acceleration ലിഫ്റ്റിന് ഒരു ആക്സിലറേഷൻ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ എന്താ, നമ്മൾ ഇതൊരു ലിഫ്റ്റ് ആണെങ്കിൽ ഈ ലിഫ്റ്റിനകത്ത് ഒരു ബോഡി ഇരിക്കുകയാണ്. ഈ ബോഡിയിൽ ആക്ച്വലി ആ ബോഡിയുടെ mgയും അതേപോലെ തന്നെ എന്താണ് റിയാക്ഷൻ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ. എന്നാൽ ഈ ലിഫ്റ്റ് മുകളിലോട്ടല്ലേ പോകുന്നത്? ഈ ലിഫ്റ്റിന്റെ ഡയറക്ഷൻ എന്താ? ലിഫ്റ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാ. അപ്പം ആക്സിലറേഷൻ ഉണ്ടാകുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് എന്താ ഈ റിയാക്ഷൻ ഈ മുകളിലോട്ടുള്ള എന്താണ് ഇതിന്റെ കൂടെ എന്തും വരുന്നുണ്ട്, എഫ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്തുണ്ടാവും, ഫോഴ്സും ഉണ്ടാവും ഇല്ലേ? അപ്പം ഈ ഫോഴ്സ് ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? വെയിറ്റിനെ താഴോട്ടുള്ള ആക്ട് ചെയ്യുന്ന എൻജിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സിനെയാണോ? റിയാക്ഷൻ ഫോഴ്സിനെ. കാരണം റിയാക്ഷൻ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ലിഫ്റ്റ് പോകുന്നത്, ആ ഡയറക്ഷനിൽ തന്നെയാണ് ആക്സിലറേഷൻ ഉണ്ടാകുന്നത്, ആ ഡയറക്ഷനിൽ തന്നെയാണ് ഫോഴ്സ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? അതായത് അപ്പം ഇപ്പൊ ഇതിന് എന്തിനു തുല്യമാ? ഇത് എന്തിനൊക്കെ തുല്യമാ? അല്ല, ഇതിപ്പോ നമുക്ക് ഈ ഇക്വേറ്റ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ആർ മൈനസ് എം ജി എന്ന് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അത് നോക്കിയേ. അതെന്തുകൊണ്ടാ? നേരത്തെ ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു എന്തായിരുന്നു? എം ജി ആയിരുന്നു ആണല്ലോ. ഇപ്പം ആർ ഈക്വൽ ടു എം ജി എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? എത്രയാ കൂടിയത്? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന എം എ എന്ന് പറയുന്ന വാല്യൂ ആറിന്റെ കൂടെ കൂടി. ശരിയാണോ? ശരിയല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ എഴുതുമ്പോൾ ഇത് ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് കാണും. അതൊന്നുകൂടെ പറഞ്ഞു തരാൻ നോക്കും. അതായത് ഇവിടെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ആണ് ആണല്ലോ. ഓക്കെ. അത് ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? റിയാക്ഷൻ ഫോഴ്സിനെ. അപ്പം ഈ മുകളിലോട്ട് നമുക്ക് നേരത്തെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? ആർ ഈസിക്വൽ ടു എം ജി എന്ന് നേരത്തെ കേസിൽ എഴുതാമായിരുന്നു. പക്ഷെ ഇവിടെ ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? റിയാക്ഷൻ ഫോഴ്സിനെ. അപ്പം എത്ര വ്യത്യാസമാണ് വരുന്നത് എം ജിയുമായിട്ട്? എത്രയാ വ്യത്യാസം വരുന്നത് എം ജിയുമായിട്ട്? എഫ് ഫോഴ്സ് ആണ് വ്യത്യാസം വരുന്നത് അല്ലയോ? അപ്പൊ നമുക്ക് ആ വ്യത്യാസം വരുന്നത്, അതായത് ആറിൽ നിന്ന് എം ജി മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് കിട്ടും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് റിയാക്ഷൻ ഫോഴ്സിൽ നിന്ന് എം ജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കാരണം അവിടെ എന്താ കൂടുതൽ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. നോക്കിയോ, റിയാക്ഷൻ ഫോഴ്സിന്റെ കൂടെയാണ് ആര് ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം റിയാക്ഷൻ ഫോഴ്സും എം ജിയും ഇപ്പൊ എന്തല്ല, ഈക്വൽ അല്ല. അപ്പം എത്രയാ വ്യത്യാസം? നമ്മുടെ എത്രയാ കൂടുതൽ? എം എ വാല്യൂ ആണ് കൂടുതൽ ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ, എഫ്. അല്ലെങ്കിൽ ഇങ്ങനെ ആറിൽ നിന്ന് എം ജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് കിട്ടും. നമ്മൾ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. അതുകൊണ്ട് നമുക്ക് എഫ് എന്ന് കിട്ടും. അവിടെ നിന്ന് ആർ മൈനസ് എം ജി ഈസിക്വൽ ടു നമുക്ക് എം എന്ന് എഴുതാം. അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ എയോ ജിയോ നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാം. റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആർ ഈസിക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? എം എ പ്ലസ് എം ജി എന്ന് എഴുതാം. അവിടെ നിന്ന് ആർ ഈസിക്വൽ ടു എന്താ, എം കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ പ്ലസ് ടി. അതിനർത്ഥം എന്താണെന്നറിയോ? റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ കൂടി നിൽക്കുവാന്നാണ്. റിയാക്ഷൻ ഫോഴ്സ് കൂടി നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ അനുഭവപ്പെടുന്നത്? അപ്പാരന്റ് ഗെയിൻ ഇൻ വെയിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അനുഭവപ്പെടുന്നത്. അതായത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വെയിറ്റ് കൂടിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ ഫോഴ്സ് കൂടി നിൽക്കുന്നുണ്ടാണ്. ആ റിയാക്ഷൻ ഫോഴ്സ് കൂടി നിൽക്കാൻ കാരണം ആരാ? ലിഫ്റ്റ് മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലിഫ്റ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് അതിന്റെ കാരണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകണം. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ പറഞ്ഞു കേട്ടില്ല. പിന്നെ പറഞ്ഞു തരാമോ? ഓക്കെ, പിന്നെ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോവാണ്. ഈ ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ആ ലിഫ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ലിഫ്റ്റ് ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ലിഫ്റ്റിന് ഉറപ്പായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കാൻ പറ്റും. ആ ഫോഴ്സ് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് ലിഫ്റ്റിന്റെ എൻറ്റയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? മുകളിലോട്ടാ. ആണോ ചോദിച്ചത്? ആണ്. ഓക്കെ, ആ ലിഫ്റ്റിനകത്തിരിക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് ഏതാ? എം ജി. ആറ് മുകളിലോട്ടാണ്, എം ജി താഴോട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലിഫ്റ്റിന്റെ ഫോഴ്സ് ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക? ആറിനെയാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ആറും എം ജിയും അപ്പം നമുക്ക് എന്താ ഇവിടെ ഈക്വൽ അല്ല. ആറിന്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ആ നേരത്തെ കേസിൽ ആറും എം ജിയും ഈക്വൽ ആയിരുന്നു. ഓക്കെ ആണല്ലോ. എന്നാൽ ഇപ്പൊ ആറും എം ജിയും ഈക്വൽ അല്ല. കാരണം എന്താ അറിയോ? ആറിൽ നിന്ന് എം ജി മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ആ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടി. അല്ലെങ്കിൽ ഇങ്ങനെയും വേണമെങ്കിൽ എഴുതാം, ആർ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എം ജി എന്ന് എഴുതാം. ഓക്കെ, അതായത് മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പ്ലസ് എം ജി ആണ് ആറ്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട മക്കളെ. ഇതേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിന്തിച്ചാൽ മതി. എന്താ, ആറും എം ജിയും ഈക്വൽ ആണോ ഇവിടത്തെ കേസിൽ? ആണോ ചോദിച്ചേ? അല്ല. ഏതാ കൂടുതല്? ആറ് കൂടുതലാ. ആറിൽ നിന്ന് എം ജി കുറവാണല്ലോ. അപ്പൊ ആറിൽ നിന്ന് എം ജി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്? ആ എക്സ്ട്രാ വാല്യൂ, അതായത് ഏതാ കൂടിയത് അതാണ് കിട്ടുന്നത്, എഫ് ആണ് കിട്ടുന്നത്. ശരിയല്ലേ? മനസ്സിലായില്ല? ഇപ്പോഴും മനസ്സിലായില്ല? കേട്ടില്ല? ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ല, അത് എന്താണ് ഡൗട്ട് എന്ന് ചോദിക്കും. ഡൗട്ട് അനുസരിച്ച് പറഞ്ഞുതരാം. അല്ല, മീൻസ് ഏതാ? മനസ്സിലായി. ഞാനൊരു മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, ചുമ്മാ പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് റിയാക്ഷൻ ഫോഴ്സ് ഒരു 5 ന്യൂട്ടൺ, വെയിറ്റ് ഒരു 5 ന്യൂട്ടൺ. ഓക്കെ, മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു 10 ന്യൂട്ടൺ വന്നു. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് എന്തായിരുന്നു എഴുതിയത്? ആർ മൈനസ് എം ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എഫ് കിട്ടും. ഓക്കെ, ആർ മൈനസ് എം ജി ചെയ്ത് കഴിഞ്ഞാൽ എഫ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം ആർ എത്ര ഇവിടെ? 5 ആണല്ലോ. മൈനസ് എം ജി എത്ര ഇവിടെ? അതും 5. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ -5 ഈസിക്കൽ ടു എത്രയാ? 10 ആ കിട്ടുന്നത്. ഇത് ചെയ്യുമ്പോഴും 10 ആണ്, ഇത് ചെയ്യുമ്പോഴും. അങ്ങനെ ഒന്നും നോക്കണ്ടേ. ഞാൻ ആ എക്സാമ്പിൾ വെച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും കൺഫ്യൂഷൻ ആവും എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ. ഒന്നും നോക്കണ്ട. ഇത് നോക്കാം. അടുത്തൊരു കേസ് കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. അതായത് നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം, ആറും എം ജിയും ഇതുവരെ ഈക്വൽ ആയിരുന്നു. ലിഫ്റ്റ് മുകളിലോട്ട് ഒരു പെർട്ടിക്കുലർ ആക്സിലറേഷനിൽ മൂവ് ചെയ്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ആ ആറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഫോഴ്സ് വന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആറും എം ജിയും എന്താണ്? വ്യത്യാസം വന്നു. എത്ര വ്യത്യാസം വന്നു? ആറും എം ജിയും നേരത്തെ ഈക്വൽ ആയിരുന്നു. ഇപ്പൊ എത്ര വ്യത്യാസം വന്നത്? ആ മാസ് ഇൻറ്റു ആക്സിലറേഷന്റെ വ്യത്യാസം വന്നത്. അപ്പം ആർ മൈനസ് എം ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? കാരണം ആറാണ് ഇവിടെ കൂടുതൽ അല്ലേ? എത്ര കിട്ടും? നമുക്ക് എഫ് കിട്ടും. ആണല്ലോ. അപ്പൊ നമുക്ക് ആർ മൈനസ് എം ജി ഈസിക്വൽ ടു എന്തെന്ന് എഴുതാം? ഫോഴ്സ് ഈസിക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അവിടുന്ന് ആർ ഈസിക്വൽ ടു എന്താ? എം എ പ്ലസ് എന്താ? എം ജി എന്ന് എഴുതാം. അവിടുന്ന് ആർ ഈസിക്വൽ ടു എം കോമൺ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ജി എന്ന് എഴുതാം. അപ്പം ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് എന്താണ്? കൂടി നിൽക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. ഒരു ഒബ്ജക്റ്റിന്റെ റിയാക്ഷൻ ഫോഴ്സ് കൂടി നിൽക്കുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് വെയിറ്റ് ഗെയിൻ ചെയ്തതായിട്ടുള്ള ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ലിഫ്റ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ കയറ്റം കയറുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റ് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ട്. അത് ഈ ഒരു സംഭവം ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഫീല് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, ലിഫ്റ്റിലൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു റൈഡിലൊക്കെ കയറുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. അതിന്റെ റീസൺ ഇതാ. അപ്പം ഇവിടെ എങ്ങനെയാ നമുക്ക്, അതായത് അപ്പാരന്റ് ഗെയിൻ ഇൻ വെയിറ്റ് ആണ് കേട്ടോ, നമുക്ക് തോന്നുന്നതാ അത്.
ഓക്കെ ആണല്ലോ. അപ്പം എഴുതുക there is so there is എഴുതിക്കോ so there is apparent gain in weight apparent gain in weight. ഇവിടെ ഈ കേസിൽ r ഗ്രേറ്റർ ദാൻ mg എന്നും കൂടെ ഒന്ന് എഴുതിക്കുവാണേ. ഓക്കെ, ഇനി അടുത്ത കേസിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? കേസ് 4 ആയിരുന്നല്ലോ അല്ലയോ? കേസ് 4 ആണോ? ഓക്കെ, കേസ് 4ൽ നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോണം. ലിഫ്റ്റ് ഈസ് മൂവിങ് downwards with constant acceleration അല്ല, constant acceleration അല്ല, with acceleration. അപ്പൊ എന്താ, നമ്മൾ നേരത്തെ പോലെ തന്നെ ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ലിഫ്റ്റിനകത്ത് ആരുണ്ട്? ലിഫ്റ്റിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആക്ച്വലി ഈ ലിഫ്റ്റിലെ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട്, mg ആക്ടിങ് ഡൗൺവേർഡ്സ്. പക്ഷെ ഈ ലിഫ്റ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ ലിഫ്റ്റ് മൊത്തത്തിൽ ഇപ്പൊ എങ്ങോട്ടാ ട്രാവൽ ചെയ്യുന്നത്? താഴോട്ടാണ്. അപ്പൊ ആ ലിഫ്റ്റ് മൂലം ഉണ്ടാകുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ എന്തുണ്ടാക്കും? അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാക്കും, F=m. ഇപ്പൊ ഈ ഫോഴ്സ് ആരെയാ സപ്പോർട്ട് ചെയ്യുന്നത്? mg നെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? mg ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? r ആയിരിക്കും. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെയിറ്റിനകത്ത് ഈ എന്തിന്റെ ഇതും കൂടെ കാണുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ മൂലം ഉണ്ടാക്കുന്ന ഫോഴ്സ് കൂടെ കാണും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കത്തില്ലയോ? mg ആണ് കൂടുതൽ. ഈ mg യിൽ നിന്നും r മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? if കിട്ടും. ശരിയല്ലയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതത്തില്ലയോ? mg അവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. mg മൈനസ് എഫ് ഈസിക്കൽ ടു ആറിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണെങ്കിൽ mg മൈനസ് ഇവിടെ m എന്ന് കൊണ്ടുവരാം, ഈസിക്കൽ ടു r എന്ന് വരും. ഇവിടെ m കോമൺ എടുത്തു കഴിഞ്ഞാൽ g മൈനസ് എ ഈസിക്കൽ ടു r എന്ന് വരും. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ വെയിറ്റ് ലോസ് ആണ് സംഭവിച്ചത്. കാരണം എന്താ? താഴോട്ട് വരുന്ന സമയത്ത്, അതാ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നമ്മൾ റൈഡിലൊക്കെ കയറിയിട്ട് പെട്ടെന്ന് താഴോട്ട് വരുന്ന സമയത്ത് വൈറ്റിൽ നിന്ന് ഒരു സാധനം മുകളിലോട്ട് കയറി പോകുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നതിന്റെ കാരണം നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാകുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പം ഇങ്ങനെ എഴുതാം. സോ there is എന്താണ്? apparent loss in weight. apparent loss in weight. ഓക്കെ, ഇനി കേസ് 5 കൂടെ എഴുതിക്കോ. കേസ് 5 അത് ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ. അപ്പം ഫ്രീ ഫോൾ ആണെങ്കിൽ എ എന്തായിരിക്കും? ജിക്ക് ഈക്വൽ ആയിരിക്കും. ആണോ? ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ പോകുന്ന ലിഫ്റ്റ് പെട്ടെന്ന് പൊട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫ്രീ ഫോൾ. മനസ്സിലായോ? അപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഹെലികോപ്റ്ററിൽ നിന്ന് എടുത്ത് ചാടുക, മറ്റേ സ്കൈ ഡൈവിംഗ് ഇല്ലേ, എടുത്ത് ചാടുകയാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് നോക്കിയോ, ലിഫ്റ്റ് പൊട്ടി വീഴുന്ന കേസ് നമുക്ക് നോക്കാം. അപ്പൊ ലിഫ്റ്റ് പൊട്ടി വീഴുന്ന കേസിൽ നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം എ ജിക്ക് ഈക്വൽ ആവും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ നേരത്തെ ഇതായിരുന്നു നമ്മുടെ ബോഡി. ഇത് റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട്, അതേപോലെ തന്നെ mg താഴോട്ട്. ഇപ്പൊ ഈ ലിഫ്റ്റ് പൊട്ടി വീഴുവാണെങ്കിൽ എന്താ ഫോഴ്സ്? എന്താണ്? ആക്ടിങ് ഡൗൺവേർഡ് ആണ്. F = m × a. അതെന്താ? F = എന്താവും? m × g തന്നെയാവും. ആണോ? ശരിയല്ലേ? ആണോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? mg മൈനസ് r ഈസിക്കൽ ടു എഫ് ആണ് താഴോട്ട് വരുന്ന കേസിൽ.
ആണോ ആണ്. അങ്ങനെയാണെങ്കിൽ എം ജി മൈനസ് ആർ ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെയായിരിക്കും? എം ജി ആയിരിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവനെ ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ എം ജി മൈനസ് എം ജി ഈസ് ഈക്വൽ ടു എന്താ? ആർ എന്ന് വരുന്നു. അവിടെ എം ജി മൈനസ് എം ജി. അപ്പൊ അവിടെ 0 ഈസ് ഈക്വൽ ടു എന്താ? ആർ. അതായത് ആർ ഈസ് ഈക്വൽ ടു 0. റിയാക്ഷൻസ് ഫോഴ്സ് മോളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സേ ഇല്ല. മോളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ്ലെസ്നെസ് ആണ് അനുഭവപ്പെടുക. ഓക്കെ ആണല്ലോ? അതായത് വെയിറ്റ് ഇല്ല. നിങ്ങൾ സ്കൈ ഡൈവിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ഇല്ല, അത് വേറൊരു അനുഭവമാണ്. നമ്മളിപ്പം ബങ്കി ജമ്പിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാതെ പേടിയുണ്ടാവും. ഒബ്വിയസ്ലി നല്ല പേടിയുണ്ടാവും. പക്ഷെ എന്നാലും ആ ചാടി കഴിയുമ്പോൾ ആ ചാടുന്ന ആ ഒരു താഴോട്ട് വരുന്നിടം വരെയുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. അത് ഇതുവരെ എനിക്ക് വേറെ ഒന്നിൽ നിന്നും കിട്ടിയിട്ടില്ല. ആദ്യം പേടിയൊക്കെ ആയിരുന്നു. എന്താ നമ്മളിപ്പോ ഈ 200 216 അടി, ഞാൻ ഉത്തരാഖണ്ഡിലാണ് അത് ജമ്പ് ചെയ്തത്. ഉത്തരാഖണ്ഡ് ജമ്പ് ചെയ്യുന്ന സമയത്ത് 216 അടിയാണ്. 216 അടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബങ്കി ജമ്പിങ് ആയിരുന്നു അന്നത്. അപ്പം താഴോട്ട് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ പിടിച്ച് നമുക്ക് ജമ്പ് ചെയ്യാനൊക്കെ ഒരു മടിയൊക്കെ ആയിരിക്കും, പേടിയായിരിക്കും. പക്ഷെ ചാടി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ആ ചാടുന്ന ഇൻസ്റ്റന്റ് തൊട്ട് ആ താഴെ നമ്മളെ ഹാങ് ചെയ്യുന്നിടം വരെയുള്ള ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ്ലെസ്നെസ് ആണ് അവിടെ ഫീൽ ചെയ്യുന്നത്. അത് വേറൊരു സുഖമാണ്, വേറൊരു ലെവലാണ്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അത് തന്നെയാണ് മറ്റേ റൈഡേ പോകുമ്പോഴും കിട്ടുന്നത്. നമുക്ക് ആ ഇത് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുള്ളൊരു ഫീല് കിട്ടും. അത് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. അത് വേറൊരു ഫീലാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ടയ്ക്ക് റിയാക്ഷൻ ഫോഴ്സ് ഒന്നുമില്ല. റിയാക്ഷൻ ഫോഴ്സ് 0 ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നത്. therefore എന്താണ് it is a condition of weightlessness. It is a condition of weightlessness. ആർക്കെങ്കിലും ഈ പറഞ്ഞ ടോപ്പിക്കുകൾ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്യാപ്സൂൾ ആയിട്ട് ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. ജനറലി നോക്കിക്കോളൂ. അതായത് നമുക്ക് മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് ആറ്, താഴോട്ട് ആക്ട് ചെയ്യുന്നത് എം ജി ആണല്ലോ? ഓക്കെ. ലിഫ്റ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അല്ല പോട്ടെ, ലിഫ്റ്റ് താഴോട്ട് എങ്ങോട്ടല്ല വേട്ടെ, ലിഫ്റ്റ് താഴോട്ട് പോകാന്ന് വിചാരിച്ചോ. ലിഫ്റ്റ് താഴോട്ട് പോകുന്നത് ആക്സിലറേഷൻ കൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും ആ ലിഫ്റ്റ് എന്തുണ്ടാവും? ലിഫ്റ്റിനൊരു ഫോഴ്സ് ഉണ്ടാവും. എന്താ? എഫ് ഈസിക്വൽ ടു എം ഇൻറ്റു എ ആണല്ലോ? അപ്പം ആറും എം ജി എന്ത് ചെയ്യും? ഈക്വൽ ആവുമോ? ആറും എം ജി എന്ത് ചെയ്യും? വ്യത്യാസം വരും. താഴോട്ട് വരുമ്പോൾ ഏതാ കൂടുതൽ? എം ജി ആയിരിക്കും കൂടുതൽ. എന്താ വ്യത്യാസം വന്നേ? അതായത് എം ജി ഈക്വൽ ടു ആർ ആയിരുന്നു, എന്നാൽ ഇപ്പൊ എന്ത് വന്നു? അതായത് അതിന്റെ വ്യത്യാസം എന്താ? എം ജിയും ആറും തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട് അല്ലേ? എം ജി കൂടുതലാണ്, ആറ് കുറവാണ്. അത് വ്യത്യാസമാകാൻ കാരണം എന്താ? എം എ എന്ന് പറയുന്ന ഫോഴ്സാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ എഴുതിയത്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ? ആർ മൈനസ് ആർ ആണ് അവിടെ കൂടുതൽ. ആറും എം ജിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആറും എം ജിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ആ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ലിഫ്റ്റിന്റെ ഫോഴ്സ് ആണ്. അത് എന്താ? എം എ. ആർ മൈനസ് എം ജി എം എ. ഇതാണ് അവിടുത്തെ രണ്ട് കേസുകൾ. ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും വീണ്ടും ഇനി മനസ്സിലാകാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയക്കുക, ഒരു വീഡിയോ അയച്ചു തരാം. ഓക്കെ, ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. ജ്യോതിസിന് ഇപ്പം മനസ്സിലായോ? മനസ്സിലായെങ്കിലേ ആയെന്ന് പറയാവൂ. ഇച്ചിരി എന്ന് പറഞ്ഞു മനസ്സിലായി. ഓക്കെ. അലൻ, അനഘ, മനസ്സിലായി സാർ. അനുഷ്ക, അർജുന് മനസ്സിലായി. ഓക്കെ. ക്രിസിൻ, പാർവണ, സൂര്യഗായത്രി മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ. അപ്പം ഒരു ടോപ്പിക് കൂടെ എഴുതിക്കോ. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ് കൂടെ എഴുതിക്കോ. മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്.
അതിനകത്ത് നമ്മൾ രണ്ട് ഡെറിവേഷൻ ഉണ്ട്. അതിനകത്ത് ആദ്യത്തേത് വെർട്ടിക്കൽ മോഷൻ ആണ്. വെർട്ടിക്കൽ മോഷൻ. ഈ വെർട്ടിക്കൽ മോഷന്റെ എക്സാമ്പിൾ നമ്മൾ പറയാൻ വേണ്ടി നമ്മളൊരു പുള്ളി സിസ്റ്റം ആണ് എടുക്കുന്നത്. പുള്ളി എന്ന് പറയുമ്പോൾ കപ്പിയും കയറും. ഓക്കെ, ഇതൊരു കപ്പിയാണ്. ഓക്കെ, ഈ കപ്പിയിലോട്ട് ഞാൻ എന്ത് ഹാങ് ചെയ്യുക? ഞാനൊരു കയർ ഇങ്ങനെ ഹാങ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടൽ ഉണ്ട്. കപ്പിയിലോട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കയർ ഹാങ് ചെയ്തിട്ടു. ഓക്കെ, ഇങ്ങനെ കയർ ഹാങ് ചെയ്തിട്ടു. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നിട്ട് ഇതേല് ഒരു M1 മാസ് തൂക്കിയിട്ടു. ഇതേല് ഞാനൊരു M2 മാസ് തൂക്കിയിട്ടു ഒരറ്റത്ത്. ഓക്കെ ആണല്ലോ. ഇവിടെ മാസ് M2 ഗ്രേറ്റർ ദാൻ M1 ആയിരിക്കും. അപ്പം ഈ ബോഡി, ഈ പുള്ളിയുടെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതോ ഇങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്? അതായത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും ഈ പുള്ളി മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഒരു കയറേല്, ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ പവർ ബാങ്ക് ഈ വയറേൽ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വയറിനൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നോക്കൂ, ഇത് ഞാനിങ്ങനെ ഹാങ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്താ, ഇതിന്റെ വെയിറ്റ് താഴോട്ടും ഇതേല് ഇതിന്റെ ടെൻഷൻ മുകളിലോട്ടുമാണ് ആക്ട് ചെയ്യുന്നത്. ശരിയല്ലേ? വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ പിടിക്കുവാണെങ്കിൽ ഇതിന്റെ ടെൻഷൻ മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് നല്ല കട്ടിയായിട്ടാണ് നിൽക്കുന്നത്. ശരിയല്ലേ? ആണോ? അപ്പം എപ്പോഴും ആലോചിച്ചോണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് വയർ ഇങ്ങനെ വലിച്ചു പിടിക്കുവാണെങ്കിലും എന്താ സംഭവിക്കുന്നത്? ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ടെൻഷനാണ് അതിന്റെ. അപ്പം ഒരു ഇത് ഹാങ് ചെയ്യുവാണെങ്കിൽ അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ M1 ഹാങ് ചെയ്യുമ്പോൾ അവിടെയും ഒരു, അതായത് M1ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതേപോലെ M2ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. അപ്പം മാസ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ടെൻഷൻ എങ്ങനെയായിരിക്കും? മുകളിലോട്ടായിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് T1 എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഈ ഇതേലും എന്താണ്, ഒരു മാസ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതേൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എങ്ങോട്ടേക്കായിരിക്കും? മുകളിലോട്ട് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയോ, ഈ മാസയിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് താഴോട്ടായിരിക്കും. M1 × G. ഇതെന്തെന്ന് എഴുതാം? ഇത് M2 × G എന്ന് എഴുതാം. നേരത്തെ സാധനം മനസ്സിലായില്ലെങ്കിൽ ഇത് മനസ്സിലാവാൻ സാധ്യത വളരെ കുറവാണ്. തൊട്ട് മുമ്പത്തെ അത് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇവിടെ ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷന്റെ കേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതെന്താ? ഇത് മുകളിലോട്ടല്ലേ പോകുന്നത്. അപ്പം ഇതേൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് താഴോട്ടും ഇതേൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് ആണ് അതിന്റെ ടെൻഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ വെയിറ്റ് mg താഴോട്ടും റിയാക്ഷൻ ഫോഴ്സ് മുകളിലോട്ട് എടുത്തു. ഇവിടെ വെയിറ്റ് അത് തന്നെ, പക്ഷെ റിയാക്ഷൻ ഫോഴ്സിന് വരെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഇവിടെ എന്താ? ടെൻഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ആ രീതിയിലാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം ഈ സൈഡിൽ എങ്ങോട്ടാ മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ഈ സൈഡിൽ എങ്ങോട്ടാ മൂവ്മെന്റ് ഉണ്ടാകുന്നത്? ഈ T1 അല്ലെങ്കിൽ ഈ പറഞ്ഞ M1 എന്ന് പറഞ്ഞ മാസിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? എടാ, ആ മൂവ്മെന്റ് എങ്ങോട്ടേക്കായിരിക്കും എന്ന്? അതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്കായിരിക്കും? M1 മുകളിലോട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ എന്താ എടുക്കുന്നറിയോ? ലിഫ്റ്റ് ഈസ് മൂവിങ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് വിത്ത് ആക്സിലറേഷൻ. എന്നാൽ M2 എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്? M2 താഴോട്ടാ. ഇവിടെ എടുക്കുന്നത് ലിഫ്റ്റ് ഈസ് മൂവിങ് എന്താ? വിത്ത് ആക്സിലറേഷൻ ഡൗൺവേർഡ് എന്ന് പറഞ്ഞ കേസാണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അറ്റ് M1 ഏതാ കൂടുതൽ? ടെൻഷൻ ആണോ കൂടുതൽ അതോ M1G ആണോ കൂടുതൽ? ടെൻഷൻ. അപ്പൊ അറ്റ് M1 നമുക്ക് എഴുതാം T1 ഗ്രേറ്റർ ദാൻ എന്താ? ഒരു കാര്യം ചെയ്യാം, T എന്നങ്ങ് എടുത്താൽ മതി. രണ്ടിന്റെയും ടെൻഷൻ ഒന്നായിട്ട് അങ്ങ് എടുക്കാമേ. T എന്നങ്ങ് എടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ? T ഗ്രേറ്റർ ദാൻ എന്തെന്ന് എടുക്കാം? M1G. അതിന്റെ കാരണം എന്താ? മുകളിലോട്ട് ഒരു ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് T - mg = ആ വ്യത്യാസം എന്താ? മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ T - mg = നമുക്ക് എന്തെന്ന് എഴുതാം? M1A എന്ന് എഴുതാം. M1A അവിടെ ഫോഴ്സ് എന്താ? M1G M1 അല്ല സോറി, മാസ് എന്താ? M1. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് സിംപ്ലി എടുത്ത് എഴുതാം. M1A = എന്താ? T - mg എന്ന് M1G എന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇട്ടു. അടുത്ത ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അറ്റ് M2 M2ൽ എന്താ കൂടുതൽ? താഴോട്ട് ആക്ട് ചെയ്യുന്ന M2G ആണ് കൂടുതൽ. എന്തിനേക്കാട്ടിലും? ആ ടെൻഷനെക്കാട്ടിലും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ അവര് തമ്മിലുള്ള വ്യത്യാസം M2G - T എന്തായിരിക്കും? മുകളിലോട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്ന അതിന്റെ ഫോഴ്സ് ആയിരിക്കും. അത് എത്ര ആയിരിക്കും? M1A ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതിനെയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട്, അല്ലെ, ഇത് M2A ആണ്. M2.
അതിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് M2A ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതുക, M2G മൈനസ് T എന്ന് എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ 2. എന്നിട്ട് ഞാൻ എഴുതാൻ പോകുന്നത് ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? M1A ഡിവൈഡഡ് ബൈ M2A ഈസ് ഈക്വൽ ടു T മൈനസ് M1G ഡിവൈഡഡ് ബൈ എന്താ, M2G മൈനസ് T ആണോ? A കട്ട് ചെയ്ത് കളഞ്ഞു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഇതിങ്ങോട്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്കും M1 ഇൻറ്റു M2G മൈനസ് T ഈസ് ഈക്വൽ ടു M2 ഇൻറ്റു T മൈനസ് M1G. അങ്ങനെയാണ് ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും? M1 M2G മൈനസ് M1T ഈസ് ഈക്വൽ ടു M2T മൈനസ് എന്തെന്ന് വരും? M1 M2G എന്ന് വരും. ഇനിയും ഒരേ ആൾക്കാരെ ഒരേ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൈനസ് M1 M2Gനെ ഇങ്ങോട്ടും ഈ മൈനസ് M1T നെ ഇങ്ങോട്ടും കൊണ്ടുവരികയാണ്. അങ്ങനെയാണെങ്കിൽ M1 M2G പ്ലസ് M1 M2G എന്ന് വരുന്നു ഈസ് ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി M2T ഉണ്ട്, പ്ലസ് എന്താ M1T എന്ന് കൂടെ വരുന്നു. ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആണ്. അപ്പം M1 M2G പ്ലസ് M1 M2G എന്ന് പറയുമ്പോഴത്തേക്കും 2M1 M2G എന്ന് നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു, ഇവിടെ T കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തെന്ന് വരും? M2 പ്ലസ് എന്തെന്ന് വരും? M1 എന്ന് വരും. നമുക്ക് ഇവിടുത്തെ ടെൻഷൻ എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി 2M1 M2G ഡിവൈഡഡ് ബൈ എന്താ, M2 പ്ലസ് M1 എന്ന് പറയാം, M1 പ്ലസ് M2 എന്ന് എഴുതാം ഇല്ലേ? ഈസിക്കലി എന്താന്ന് കിട്ടും? T എന്ന് കിട്ടും. ഇതാണ് അവിടുത്തെ ടെൻഷൻ. ഇനി നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ കൂടെ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ താഴോട്ട് ആക്ട് ചെയ്തത് മുകളിലോട്ട് ആക്ട് ചെയ്ത ആക്സിലറേഷൻ എത്ര എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്യുക ചെയ്തത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ആഡ് ചെയ്യാനായിട്ട് പോവാ. ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2 എന്തിനു വേണ്ടിയാണ്? ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നോക്കിക്കോളൂ, ആഡിങ് ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. അപ്പൊ നമുക്ക് എന്തായിരിക്കും വരുന്നത്? M1A പ്ലസ് M2A ഈസ് ഈക്വൽ ടു T മൈനസ് M1G പ്ലസ് M2G മൈനസ് T. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ, A കോമൺ എടുത്തു കഴിഞ്ഞാൽ M1 പ്ലസ് M2 എന്ന് വരുന്നു. ഇവിടെ T മൈനസ് T ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്കിവിടെ M2G മൈനസ് M1G എന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അവിടെ നിന്ന് G കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി M2 മൈനസ് M1 എന്ന് വരുന്നു. അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആക്സിലറേഷൻ ആണ്. അവിടുന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി A ഈസ് ഈക്വൽ ടു G ഇൻറ്റു M2 മൈനസ് M1 ഡിവൈഡഡ് ബൈ എന്താ, ഡിവൈഡഡ് ബൈ M1 പ്ലസ് എന്ന് എഴുതാം, M2 എന്ന് എഴുതാം. ഇതായിരിക്കും ആക്സിലറേഷൻ. ഫോട്ടോ എടുക്കുന്നത് ഓക്കെ. ഇന്ന് ഇങ്ങനെ നിർത്തുകയാണ്.